എന്താണ് എടാ ഈ സെക്കൻഡ് ബെഞ്ച് ഇങ്ങേറ്റത്തിരിക്കുന്ന കൊച്ചിനെ കണ്ടോ? പ്രിയ, അതെനിക്ക് ഓൾറെഡി സെറ്റ് ആയത്. നീ അതിന്റെ അപ്പുറത്തൊരു കുട്ടി കണ്ട അനുപമ, നല്ല കുട്ടി ആണോ? ചെറിയൊരു കോങ്ങണ്ണുള്ളൂ, ഞാൻ സെറ്റാക്കിയത്. കൊങ്ങളുള്ള വാപ്പാക്ക് സെറ്റ് ആക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു നിന്റെ തട്ട ഒന്ന് പറഞ്ഞ് കൊമേഴ്സിൽ പോയല്ലേ? പോടാ തെണ്ടി. പെമ്പിള്ളേര് വളരെ കുറവല്ലേ? ക്ലാസ് മൊത്തം ഗേൾസ് വേണമെങ്കിലേ വല്ല ഗേൾസ് സ്കൂളിലും പോയി പഠിക്കാം. നിനക്കൊരു ചാവാല് സാധനം കിട്ടേണ്ട ജാട കടത്തിണ്ട്. നിനക്ക് അതുപോലും ഇല്ലല്ലോടാ ദാരിദ്ര്യം പിടിച്ച് തെണ്ടി. യെസ്, ഇതാണ് എൻ്റെ മലർനീസ്. സ്റ്റുഡൻസ്, എൻ്റെ പേര് സ്നേഹ. എൻ്റെ വീട് ഇവിടെ അമലാനഗറിലാണ്. ഞാൻ നിങ്ങളുടെ സുവോളജി മിസ്സാണ്. ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? അതെ, ടീച്ചറിന് ലൈൻ ഉണ്ടോ? നിന്റെ പേരെന്താ? ഫ്രാൻസിസ് ജെ മണവാളൻ. മോനെ മണവാളാ, നീ ഉച്ചയ്ക്ക് സ്റ്റാഫ് റൂമിലേക്ക് വാ. അപ്പൊ ഞാൻ നിനക്ക് പറഞ്ഞുതരാം എനിക്ക് ലൈൻ ഉണ്ടോ ഇല്ലയോ കേട്ടാ. ഇപ്പൊ എന്തായാലും ഇരിക്കും. താങ്ക് യു മിസ്. എന്നാ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം ഇവിടെ തുടങ്ങാം. Hi, I'm Michelle. Michelle and Daniel. മിസൈലാ? എടാ മിസൈൽ അല്ല, മിഷേൽ. ഓ, I studied till 10th in US. ഞാൻ വരുന്നത് കുന്നംകുളത്തു നിന്നാണ്. ജോസപ്പേ, കൊച്ചിന് മലയാളം അറിയാം? ഹായ്, ഞാൻ ഗാഥ ജോൺ. ഞാൻ പഠിച്ചത് ലിറ്റിൽ ഫ്ലവർ സ്കൂളിലാണ്. അളിയാ, ഇവള് മറ്റവളുടെ കട്ട കമ്പനിയാണ്. ആണോ? ആദ്യം ഇവളെ സെറ്റാക്കാം. ഓക്കെ, എന്നിട്ട് ഇവളിലൂടെ മറ്റവളെ സെറ്റാക്കാം. ഇത് വല്ല നടക്കുവോ? നടന്നില്ലെങ്കിൽ നടത്തിയിരിക്കും. ഞാൻ ഷിബു സണ്ണി. ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് മാത്സ് അല്ലേ സാർ? ആ, എങ്ങനെ മനസ്സിലായി? സാറ് ബോർഡിൽ എഴുതിയത് വായിച്ചപ്പോൾ മനസ്സിലായി. ഡിയർ സ്റ്റുഡൻസ്, എൻ്റെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറച്ച് ഉപദേശം തരാം. ഓക്കെ? ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിച്ചവർക്ക് ഉയർന്ന വിജയം കരസ്ഥമാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഡിഗ്രിക്ക് 90% മാർക്കോടുകൂടി പാസ്സായ സമയത്ത് എൻ്റെ കൂടെ പഠിച്ചൊരു സുഹൃത്തുണ്ടായിരുന്നു. അവൻ ഈ അഭിനയപ്രാന്ത് കാരണം ഡിഗ്രിയൊക്കെ പൊട്ടി തേണ്ടി കുത്തുവാളത്തിരിക്കുന്ന സമയത്ത് ഓഡീഷന് പോവാൻ കാശില്ലെന്ന് പറഞ്ഞപ്പോൾ കാതിൽ കടന്ന കടുക്കൻ അല്ല, ചെയിൻ, കയ്യിൽ കിടന്ന ചെയിൻ എടുത്ത് വിറ്റ് സഹായിച്ചത് മറ്റാരുമല്ല, ഞാനായിരുന്നു. ഇപ്പൊ വലിയ സ്റ്റാറായി. ഒരു തേങ്ങലോടെ അല്ലാതെ അവനെ എനിക്ക് ഓർക്കാൻ കഴിയില്ല. ഇന്നലെ കഴിഞ്ഞ പോലെ. അതാരാ സാറേ? പറഞ്ഞാ നിങ്ങൾ അറിയൂ. എന്റെ നിവിൻ പോളി, ഞങ്ങളുടെ അച്ചായ. എന്താ ചെയ്യുന്നേ? നിവിൻ പോളി. ഞാൻ ചാവും. അല്ല സാറേ, നീമ്പോളി ബിടെക് അല്ലേ? ഡിഗ്രി. അവൻ അങ്ങനെയാണോ പറഞ്ഞു കിടക്കുന്നേ? അതൊക്കെ സിനിമയിലെത്തുമ്പോ ചുമ്മാ ഒരു സ്റ്റൈലിന് തള്ളതല്ലേ. അവൻ ഡിഗ്രി പോലും പാസ്സായിട്ടില്ലാന്ന് ഞങ്ങള് ക്ലോസ് ഫ്രണ്ട്സിന് മാത്രമേ അറിയൂ. ഹായ്. ഹായ്. കദൂസ്, ഹായ്. പ്രിയ, ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. ഞാൻ പോയിട്ട് വരാം. ഞാൻ ക്ലാസ്സിലുണ്ടാവേ. ശരി. എവിടെയോ ഉണ്ട്. ഹായ്. 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 ഹലോ. കൈ മാറ്റണം. നിന്ന് ഹായ് പറഞ്ഞ് കളിക്കാതെ കാര്യം ചോദിക്കണം. അത് പിന്നെ കാര്യം? എന്ത് കാര്യം? അത് ചോദിക്കണം. അത് പിന്നെ ഓ, അതെ, ഇയാൾക്ക് കോമേഴ്സിലൊരു ഫ്രണ്ട് ഇല്ലേ, തട്ടൊക്കെ ഇട്ടൊരു കുട്ടി? ആ. അവളുടെ പേരെന്താ? ആർക്കാ? ഇവനാ. ഇന്നലെ അവളെ കണ്ടപ്പോ തൊട്ട് ഇവന് മറ്റേതടിച്ചതാ. മറ്റേതോ? അതല്ല, ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഓ, യെസ്. അവളുടെ പേരൊക്കെ പറഞ്ഞുതരാം. അതിനു മുന്നേ എന്റെ പേരെന്താന്നറിയോ?
അതല്ലേ ഇന്ന് ക്ലാസ്സിൽ വെച്ച് പറഞ്ഞേ. ആ എന്നാ പറ. എന്തോ ഒരു ദാ വെച്ച് തുടങ്ങുന്ന ഒരു പേരായിരുന്നു. ആ കിട്ടിപ്പോയി. ദാക്ഷായണി. ദാക്ഷായണി അല്ലേ? അങ്ങനെയാണെങ്കിലേ എനിക്ക് അവളുടെ പേര് പറയാൻ മനസ്സില്ല. ഹലോ ഗാഥ, എന്തൊക്കെയുണ്ട്? ഹലോ, ഞാൻ വൈശാഖ് പൗരൻ. സ്നേഹമുള്ളവർ പവന എന്ന് വിളിക്കും. ഗാതു എന്നെ പവന എന്ന് വിളിക്കും. ആയിക്കോട്ടെ. എടേ, സ്വന്തം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിന്റെ പേര് പോലും അറിയില്ലേ? എന്തോന്നടേ ഇതൊക്കെ? എന്നല്ലേ നിനക്ക് ഇവന്റെ പേരറിയോ? അതവന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് പോയി ചോദിച്ചു. അവരിപ്പോ ഇവര് ഷാറുഖ് ഖാൻ പേരിട്ടായത്. ഇതൊക്കെയല്ലേ കോലം. സില്ലി ബോയ്സ്. ഗാതു ഞാൻ പോട്ടെ. നിങ്ങൾ ചോദിച്ച കുട്ടിയുടെ പേര് സന എന്നാ. ഓക്കെ. നൈസ് നെയിം സന. പ്രിയ, നീ വല്ല ജാടൊന്നും കാണിക്കണ്ട. നിനക്ക് എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം ഞാൻ ആര് പറഞ്ഞു? എന്നോട് ഗാഥ പറഞ്ഞു. അതിന് ഞാനോടൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്നും പറഞ്ഞില്ലെന്നോ? ഞാനും ഗാഥയും തമ്മിൽ ലവാണെന്നുള്ള കാര്യം നീ അവിടെ ചെന്ന് ചോദിച്ചില്ലേ? ഞാനവളോടൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. അവള് പൂലോ കളിയാണ്. ആരടി കള്ളി? നീയല്ലേ എന്നോടൊന്നും ചോദിച്ചു ഞാൻ ഇവന് തമ്മിൽ ഇഷ്ടത്തിലാണോന്ന്? രണ്ടിനെയും കൊണ്ടത് ശല്യമാണത്. എനിക്ക് കുറച്ച് മനസ്സിലാക്കി തരോ? ലൂസ് മോഷൻ ആയിരിക്കും. സോറി. മനസമാനത്തിന് വേണ്ടി നീ ഇപ്പൊ ബോയ് സ്റ്റോറിലല്ലേ പോകാറ്? പൊടി പിപ്പിരി തെളിച്ച്. നീ പൊടി ചാളമേരി. പ്രിയ, ഇവനാണ് ഇങ്ങനെ വില കളയുന്നത് തോന്നുന്നേ. അപ്പൊ ഈ പഴംപൊരിക്ക് ബില്ല് നീ കൊടുക്കും. അളിയ പ്രിയ കൂടെ ഏതാടാ ജിവിട്ട്? ചേട്ടാ 2 5 സ്റ്റാർ. 5 സ്റ്റാറാ? എനിക്ക് സ്നിക്കേഴ്സ് മതി. ചേച്ചി വല്യച്ഛനുമാരി ഇങ്ങനെ ഇച്ചാവല്ലേട്ടാ. ഓഹോ, നീ വേണേ കഴിച്ച. ഹായ് പ്രിയ. ഹായ്. ഇതാരെ ബ്രദറാണോ? ആ, എന്റെ കസിൻ ബ്രദറാ ആദി. ആദികുട്ട, ചേച്ചിക്ക് തരും ഒരു ചോക്ലേറ്റ്. ചോക്ലേറ്റ് മേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ എന്തിനാടി നീ സ്കൂളിൽ വരണേ? ഇതാരതിനും പിടിച്ചെന്റെ ഒപ്പം നടന്ന് നീ ഇങ്ങനെ ഇച്ചാവല്ലേട്ടാ. എന്നാ പോട്ടെ ചേച്ചി. ചെക്കനാണ് കൊള്ളാലോ. ഇവനെ കയ്യിലെടുക്കണം. വഴി ഉണ്ടാക്കാം. നീ ട്രൈ ചെയ്ത് നോക്ക്. ഫ്രീ പീരീഡ് അല്ലേ? ഞാൻ പോയി റിപ്പോർട്ട് ചെയ്താലോ? ഒന്ന് പോടാ കോപ്പേ. എന്നിട്ട് വേണം തള്ളു ശുഭു വന്ന് വെറുപ്പിക്കാൻ. ഓ, പറഞ്ഞു തീർന്നില്ല. ദേ വന്ന് മാറണം. ആ കേറ്. ഇതെങ്ങോട്ടാണ്? ഇത് ഫ്രീ പീരീഡ് ആണ്, എനിക്ക് ക്ലാസ് എടുക്കണം. ഈ ഫ്രീ പീരീഡ് എന്ന് പറഞ്ഞ കണക്ക് പീരീഡ് എന്നല്ല അർത്ഥം. ചില കണക്ക് മാഷന്മാരുണ്ട് ഫ്രീ പീരീഡ് കണ്ട ഉണ്ണിമേരിന് കിട്ടിയ TG രവിന്റെ അവസ്ഥ. എനിക്ക് പോഷൻ തീർക്കണം എന്ന്. എനിക്കും മാഷെ, ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും. ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിലേ മക്കൾക്ക് പറഞ്ഞാൽ തലേ കയറും. സാറിന് പോയെ? ഞാൻ പ്രിൻസിപ്പാൾ പറഞ്ഞിട്ട് വന്നാ. എന്നാൽ ആ പ്രിൻസിപ്പാളിനോട് പറഞ്ഞേക്ക് ഞാൻ എന്റെ പിള്ളേരും ഗ്രൗണ്ടിൽ കാണും. Come on, boys. എന്റെ വർക്കിന്റെ കാര്യത്തിൽ ഞാൻ വളരെ സ്ട്രിക്റ്റാ. അമ്മേ കസ്റ്റി, അയ്യോ. റോഷ, സ്നിക്കേഴ്സ് വർക്കൗട്ടായി. റോഷൻ ആരാ സ്നിക്കേഴ്സ് കമ്പനിയിൽ വർക്ക് ചെയ്യണേ? ആരും വർക്ക് ചെയ്യാനല്ലോ. പിന്നെ എന്തിനാ എന്റെ അനിയന് ഫ്രീ ആയിട്ട് സ്നിക്കേഴ്സ് വാങ്ങിക്കൊടുത്തത്? നിന്റെ അനിയനെ പിന്നെ വേറെ ആരുടെ അനിയനെ ഞാൻ മേടിച്ചു കൊടുക്കും? എന്റെ അനിയന് മിഠായി വേണമെങ്കിലേ ഞാൻ വാങ്ങിക്കൊടുത്തോളാം. ഇനി മതി ചീപ്പ് പരിപാടിയായിട്ട് എന്റെ അടുത്തേക്ക് വരല്ലേ. ഹലോ പ്രിയ, വലിയ മാസ് ഡയലോഗ് അടിച്ച് പോയതാണല്ലോ. എന്തേ? ഞാനേ നിന്റെ അനിയന് 3 സ്നീക്കേഴ്സ് കൊടുത്ത്. ഇതിലാകെ 2 ആണല്ലോ. ബാക്കി പറഞ്ഞ് നീ എപ്പോ തരും? ഞാനേ അവനോട് ചോദിക്കട്ടെ. പിന്നെ ഒരു സ്നിക്കേഴ്സ് അല്ലേ, തരാ. കിടന്ന് ചാവണ്ട കേട്ടോ. തരണേ. ഈയിടെ ഈ സ്നിക്കേഴ്സിലെങ്ങും ഒരു കാര്യമില്ല. നമ്മൾ കൊടുക്കുന്ന ട്രിക്സ് പോലെ ഇരിക്കും അതിന്റെ റിസൾട്ടും.
ഞാൻ സനേനെ സെറ്റാക്കാൻ വെച്ചേക്കുന്നതിലെ 2-3 ട്രിക്സ് നിനക്ക് പറഞ്ഞു തരാം. കൊണ്ടുപോയി പ്രിയയുടെ അടുത്ത് പ്രയോഗിക്ക്, സംഭവം സെറ്റാകും. നീ ഇങ്ങനെ ഓരോ ഉള്ള ട്രിക്സ് ആയിട്ട് ചെല്ലുമ്പോഴേക്കും മാത്യു അവളെ സെറ്റ് ആക്കിണ്ടാവും. മാത്യുവാ? ആ, നമ്മുടെ ഗോപുവിന്റെ കൂടെ നടക്കണ മാത്യു. പഠിപ്പിച്ചിട്ട് പ്രേമോ പോടാ. വിശ്വാസമില്ലെങ്കിൽ നീ വേണമെങ്കിൽ ഗാദിയോട് വിളിച്ച് ചോദിച്ചു നോക്ക്. ഹലോ ഹലോ ഗാഥ, പവനാണേ. ആ പവന പറയടാ. ആ മാത്യു നമ്മുടെ സനയുടെ പിന്നാലെ നടക്കുന്നുണ്ടോ? മാത്യു അവൻ വന്ന് അവളുടെ പേരൊക്കെ ചോദിച്ചായിരുന്നു. എന്തിനു? അവൻ അവളെ കണ്ടപ്പോ തന്നെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അടിച്ചെന്നാ പറഞ്ഞ്. അവനോട് മര്യാദ നിർത്തിക്കോളാൻ പറ. ഇല്ലേ എല്ലാത്തിനും എടാ നീ ചുമ്മാ അലമ്പുണ്ടാക്കാതെ, നമുക്കതൊക്കെ സെറ്റ് ചെയ്യാന്നേ. I am a terror, ഗാഥ. I am a terror. ചോരപ്പുഴ ഒഴുക്കരുതെന്ന് അവന്മാരോട് പറയണം. ഇവൻ എന്താ ഭ്രാന്തായ എന്നോട് ചൂടാവാൻ? സാറേ, ഉന്മേഷ് സാർ വരുന്നിടം വരെ ബോർഡിൽ മാറ്റാൻ ഞാൻ ക്രിസ്മസിന് എഴുതിയ ഒരു പുതിയ കരോൾഗാനം പാടട്ടെ. ഒരേശു, രണ്ടേശു, മൂന്നേശു, നാലേശു, അഞ്ചാറേശു, ദേക്കടക്കട പുൽക്കൂട്ടിലെ ഡങ്കടക്കല്ലേ സാറേ, ദേക്കടക്കട പുൽക്കൂട്ടിലെ ഗ്രൗണ്ടിൽ പോയി കിടക്കും. വേണ്ടേ വേണ്ട. സാർ എന്തിനെ വിളിപ്പിച്ച്? എന്തെങ്കിലും വിശേഷം ഉണ്ടോ? സാർ എന്തിനാ ഇന്നലെ കുട്ടികളെ ഗ്രൗണ്ടിലേക്ക് വിട്ടത്? കുട്ടികളെ ഗ്രൗണ്ടിലേക്ക് അല്ലാതെ പിന്നെ മീൻ മാർക്കറ്റിലേക്ക് ഇറക്കി വിടാൻ പറ്റുമോ? അത് കലക്കി. എന്റെ 1 അവറാണ് മിസ്റ്റർ വേസ്റ്റ് ആയത്. ആ ഒരു അവർ കുട്ടികൾക്ക് വേസ്റ്റ് ആയില്ല. ഈ കണക്കൊക്കെ പഠിപ്പിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ മാഷേ? കണക്കിന് അങ്ങനെ പുച്ഛിക്കരുത്. ഭൂഗോളത്തിന് സ്പന്ദനം തന്നെ കണക്കിലാണ് മിസ്റ്റർ. എന്നാല് പറഞ്ഞു സ്ഫടികത്തിൽ അത് വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ആദ്യം ഇയാളെ എവിടെ ചവിട്ടി പുറത്താക്കണ്ടേ? തേലക അത് പറയാനും കൂടി അറിയില്ല. ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും സ്പോർട്സിലാണ്. ഈ സച്ചിനും മറഡോണയ്ക്ക് അറിയുമ്പോൾ ആര്യഭട്ടനും പൈത്തഗോറസിനും ആരെങ്കിലും അറിയോ? അത് ഉന്മേഷ് സാർ പറഞ്ഞത് കറക്റ്റാ. അല്ല പിന്നെ ഇവന്റെ മേലെ കണക്ക് മാഷന്മാർ കാരണമാണ് ജപ്പാനും കൊറിയയും വരെ ലോകകപ്പ് കളിച്ചിട്ട് ഇന്ത്യക്ക് ഇതുവരെ കളിക്കാൻ പറ്റാത്തത്. ഇതുപോലത്തെ തീട്ട കേസ് വിളിച്ച് എന്റെ സമയം വെറുതെ വേസ്റ്റ് ആക്കിയത്. എനിക്ക് കുട്ടികളെ വാർത്തെടുക്കാൻ സമയം പോട്ടടോ കണക്ക് മാഷായി. പിന്നെ നിങ്ങൾ എന്താ ഹരികൃഷ്ണൻസ് അല്ലേ രണ്ടുപേരുടെ ഒരു പെണ്ണിന്റെ പിന്നാലെ നടക്കാൻ? എടി അവക്ക് എന്നെ ഇഷ്ടാടി, സത്യം. എടാ നീ കണ്ടല്ലേ അവൾ എന്നെ നോക്കി ചിരിച്ചു കാണിക്കുന്നത്? നോക്കി തന്നെ ആടി അവൾ എന്നെ നോക്കി ചിരിച്ചു കാണിച്ചു. അത് കളിയാക്കി ചിരിച്ചാടാ പൊട്ട. ഈ കോമേഴ്സിൽ പഠിക്കുന്ന പെങ്കൊച്ചിന്റെ പേരും പറഞ്ഞ് നമ്മള് സയൻസുകാരുടെ നടിയുണ്ടാക്കുന്ന ഭയങ്കര നാണക്കേടാ. അതുകൊണ്ട് അവളെ ആരാ നോക്കുന്നതെന്നുള്ളതിന് ഇന്നൊരു തീരുമാനമാക്കണം. അത് ശരിയാ. അതിപ്പോ എങ്ങനെ തീരുമാനാക്കും? ടോസിടാ. ഓക്കെ ഓക്കെ. ആരാ പറയുന്നേ? ഞാൻ പറയാം. നിന്റെ ഈ ഫിഗർ വെച്ച് അവള് വീഴോടെ വീട്ടിലെ വീട്ടിയിരിക്കും. അവക്ക് വേണ്ടി ഇന്ന് മുതൽ ഡയറ്റിങ് തുടങ്ങിയിരിക്കുകയാണ്. അതിന് പേര് അവൾക്ക് എന്തെങ്കിലും വായിച്ചോടുത്ത് തടിപ്പിക്കാൻ നോക്കുന്നതായിരിക്കും. സാരമില്ല. ആകാശ്, ഗാഥ ജോൺ, പ്രിയ, രേഷ്മ. കഥ കഥ എത്രയാ മാർക്ക്? ഇത് നമ്മുടെ ക്ലാസ്സിലെ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സ്റ്റുഡന്റിന്റെ പേപ്പറാണ്. മണവാള, സുവോളജിക്ക് ആകെ ഫെയിലായത് താൻ മാത്രമാണ്. ഇവിടെ ആർക്കും ഇല്ലാത്ത ഡൗട്ട് ചോദിക്കലായിരുന്നല്ലോ തനിക്ക്. ഇത്രയൊക്കെ ഡൗട്ട് വെച്ചിട്ട് ഞാൻ പരാജയപ്പെട്ടെങ്കിൽ അത് മിസ്സിന്റെ കൂടെ പരാജയമായിട്ടൊന്ന് ഉൾക്കൊണ്ടൂടെ? നീ വലിയ ഡയലോഗ് നടിക്കണ്ട. ഈ പേപ്പറേ അത് പ്രിൻസിപ്പലിന്റെ കാണും. പാരന്റ് വന്ന് സൈൻ ചെയ്തിട്ട് എന്റെ ക്ലാസ്സിൽ കയറിയാൽ മതി കേട്ടാ.
എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്? എപ്പോ ക്ലാസ്സിൽ വന്നാലും ഫുൾ ടൈം സംസാരവും കമന്റടി. ക്ലാസ്സിലെ ഏറ്റവും വലിയ ഉഴപ്പനാണ് ഇവൻ. ഒരു പേരന്റ് എന്നുള്ള നിലയ്ക്ക് ഇതേപ്പറ്റി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അവൻ എപ്പോഴും ക്ലാസ്സിൽ കയറാറുണ്ടല്ലേ. ഗുഡ് ബോയ്. നിങ്ങൾ എന്ത് പേരന്റാ? ഇവനെ പറ്റി കംപ്ലൈന്റ് പറയാനേ ഇവിടെയുള്ള അധ്യാപകർക്ക് മുഴുവൻ നേരമുള്ളൂ, അല്ല സാറ്? യെസ്, വെരി ബാഡ്. വളരെ മോശം. ഇവനൊക്കെ +2 വരെ എങ്ങനെ എത്തി എന്നുള്ളതാണ് എന്റെ ഡൗട്ട്. അത് തന്നെയാണ് എന്റെ ഡൗട്ട്. അതുകൊണ്ട് വരുന്ന ഫാമിലി കുടുംബ സംഗമത്തിനെ ഇവന് ഞങ്ങളൊന്ന് ആദരിക്കാൻ പോണേന്ന്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും വരണം. ഇവനൊരു കൊച്ചു ട്രോഫി കൊടുക്കാൻ സാറിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നെയോ? ഞാനോ? അത് ഇവന് കൊടുക്കാനോ? അതിന് എന്ത് യോഗ്യത അവനുള്ളത്? യോഗ്യത? സാറേ, എന്റെ അപ്പൻ സ്കൂളിലെ പടി പോലും കണ്ടിട്ടില്ല. എന്റെ അപ്പന്റെ അപ്പൻ സ്കൂളിൽ കേട്ടിട്ട് പോലുമില്ല. പിന്നെ ആ കൂട്ടത്തില് അല്പ വിദ്യാഭ്യാസമുള്ളത് എനിക്കാണ്. എത്ര പേര് പഠിച്ചു? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മിടുക്കനാണ് അവൻ, മിടുമിടുക്കൻ, ആഠാറ് മിടുക്കൻ അല്ലടാ. അപ്പൊ പിന്നെ ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല. തന്നെയാണ് ഞാനും പറഞ്ഞത്. വിദ്യാഭ്യാസത്തിന്റെ വിലയേറിയാത്ത രക്ഷിതാക്കളുണ്ടെങ്കിൽ മക്കൾ ഇങ്ങനെ തന്നെയായിരിക്കും. അതെ, വിദ്യാഭ്യാസത്തിന്റെ വില നമുക്ക് ഉണ്ടാക്കാൻ നിൽക്കണ്ട. ആദ്യം വേണ്ടത് പ്രായോഗിക വിദ്യാഭ്യാസമാണ്. അത് ഞങ്ങൾക്ക് വേണ്ടോളം ഉണ്ട്, ഇവനും ഉണ്ട്. നിങ്ങളുടെ പ്രായോഗിക വിദ്യാഭ്യാസം കടലിൽ പോണതല്ലേ. ഇവന്റെ അപാര ബുദ്ധി വെച്ച് ഇവനും പറ്റിയ പണി അതാണ്. ഇവനെ ഇതിലും നല്ലത് മീൻ കച്ചവടത്തിന് വിടുന്നതാണ് മിസ്റ്റർ ഡേവിഡ്. ഒരുപാട് അങ്ങോട്ട് പൂച്ചിക്കല്ലേ സാറേ. കേരളം മൊത്തം വെള്ളത്തിൽ മുങ്ങിയപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ചു നിന്ന ആയിരക്കണക്കിന് ജനങ്ങളെ രക്ഷിച്ചത് നല്ല കരളുറപ്പുള്ള കടലിന്റെ മക്കളായ ഞങ്ങളാ. അല്ലാതെ ജെട്ടി പുറത്തിട്ട് ഇറക്കണ സൂപ്പർമാൻ അല്ല, ഫിഷർമാൻ. ഓക്കെ സാറി. ഇതാണ് നിന്റെ ബയോളജി ടീച്ചർ. എങ്ങനെ മനസ്സിലായി? അനോട്ടമി കണ്ടാലറിഞ്ഞൂടെ ബയോളജി ടീച്ചറാണെന്ന്? പപ്പേന്. ഓ നമസ്കാരം. മോന് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് മിസ്സിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ അവന് കുറച്ച് ഡൗട്ട് ചോദിക്കല് കൂടുതലാണ്. വെരി ഗുഡ്. ഏത് അർദ്ധരാത്രിയും ഡൗട്ട് ചോദിക്കുന്നത് ഒരു നല്ല വിദ്യാർത്ഥിയുടെ ലക്ഷണമാണ്, അല്ലേ മിസ്സേ? പക്ഷെ രാത്രി മാത്രം ഡൗട്ട് ഉണ്ടാകുന്ന അത്ര നല്ല ശീലമൊന്നല്ല കേട്ടോ. ഡാഡിയുടെ മാനം കളിയോടാണ്ട്. The sky had been overcast with clouds. The day was still cool and wearisome. As usual, on grey, dull days, when the clouds hang low over the fields and it looks like rain, which never comes. Ivanish. Ivanish took a deep breath and lighted his pipe before beginning his story. But just okay, see for the next class. പ്രിയ ഓക്കെ, അപ്പൊ നാളെ കാണാം. പോണോ? വേണ്ട. റോഷ, ഞാൻ നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? നീ സീരിയസ് ആയിട്ട് തന്നെയല്ലേ? പറ്റിക്കോ? പോണം. ഞാൻ നല്ല കട്ട സീരിയസാ. എന്നപ്പോ പോവാം.